ശ്രീ ത്രിവിക്രമൻ, വേദി വിട്ടുപോയ പ്രമുഖരും ഈ വേദിയിലിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ നോട്ടീസ് വായിച്ചപ്പോൾ വിഷയാവതരണം എന്ന് പറഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട 5ാം വാർഡിന്റെ മെമ്പറും ഈ വായനശാലയുടെ പ്രസിഡന്റ്, പക്ഷേ നമ്മുടെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ ചുരുങ്ങിയ വാക്കുകൾ ഒത്തിരി കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് പഞ്ചായത്ത് മെമ്പറായതാണ്. ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിലുള്ള സ്വകാര്യ സംഭാഷണങ്ങളെല്ലാം നമ്മുടെ പാതിരാമണലിന്റെ വികസന പ്രവർത്തനങ്ങളും അത് നടപ്പിലാക്കേണ്ട കാര്യങ്ങളും ഒക്കെ തുറതുര പറഞ്ഞിരിക്കുന്ന ഒരാൾ ആ വിഷയാവതരണത്തിന് കിട്ടിയ അവസരത്തിൽ അത്രയും പറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാൽ കൃത്യമായി ഏറെക്കുറെ 90% വിഷയങ്ങളുമാണ് 5ാം വാർഡിൽ നിന്ന് വന്ന ADS-ന്റെ മെമ്പർ ഇവിടെ പ്രതിപാദിച്ചത്. അത് ഏറെക്കുറെ അതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും ഈ ഭരണസമിതി വന്നതിന് ശേഷം തൊഴിലുറപ്പ് പദ്ധതി ആകട്ടെ, അവിടുത്തെ ഗാർഡനിങ്ങിന് വേണ്ട പ്രാഥമിക പ്രവർത്തനങ്ങൾ, മറ്റു പ്രദേശത്തു നിന്നുള്ള ആൾക്കാർ അവിടെ തൊഴിലേർപ്പെടാൻ അടക്കമുള്ള നടപടികളുമായി പുതിയ പഞ്ചായത്ത് ഭരണസമിതിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ആ പ്രവർത്തനങ്ങൾ ആകമാനം പൂർണ്ണമാണ് എന്ന അവകാശവാദമൊന്നുമില്ല. എനിക്ക് മുമ്പ് ഈ പൊതു ചർച്ചയിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് പറഞ്ഞു, അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സാങ്കേതികത്വം പറഞ്ഞു. നിലവിലും ആ സാങ്കേതികത്വം നിൽക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളും യന്ത്രവൽകൃത പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുവാൻ പാരിസ്ഥിതിക ലോല പ്രദേശമായ പാതിരാമണി ചില സാങ്കേതികത്വമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സെമിനാറുകൾ പിന്നെ എന്തിനാണ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ ലൈവായി നിലനിർത്താനും ഈ പരിമിതിക്കിടയിൽ നിന്നുകൊണ്ട് അവർക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാൻ വേണ്ടി കൂടി തന്നെയാണ്. അത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങി വെച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ചേർത്തല MLA-യുടെ ഇടപെടൽ മൂലം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗതാഗത വകുപ്പും പഞ്ചായത്തും ഇന്ത്യൻ കോർപ്പറേഷനുമായി സംയുക്തമായിട്ടാണ് അവിടെ ആംബിയ തിയേറ്ററിന്റെ ഉദ്ഘാടനം നടത്തിയത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കാലത്ത് ഉദ്ഘാടനം നടക്കേണ്ടതാണ്. സാങ്കേതികമായി അതിന്റെ പണി തീരാഞ്ഞതുകൊണ്ട് പുതിയ ഭരണസമിതിയുടെ കാലത്താണ് അതിന്റെ ഉദ്ഘാടനം പൂർത്തിയാക്കിയത്. അതിന്റെ ഉദ്ഘാടനം പൂർത്തിയാക്കുന്ന പേരിൽ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞാണ് സീക്കുട്ടാട് സഫാരി അടക്കമുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് ബോട്ട് സർവീസിൽ കൂടുതൽ നമ്മുടെ പാതിരാമണിലേക്ക് വരികയും കൂടുതൽ ടൂറിസ്റ്റുകളെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഈ ഇത്തയുമായി ബന്ധപ്പെട്ട് നാടൻ കലാരൂപങ്ങൾ അവിടെ നടക്കുന്നു. വിവിധങ്ങളായ നാടൻ കലാരൂപങ്ങൾ ആ ആംബി തിയേറ്ററിൽ നടപ്പിലാക്കിക്കൊണ്ട് ഈ പാതിരാമണൽ എന്ന വിസ്മയത്തെ ലോകമെമ്പാടും എത്തിക്കുവാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നേരത്തെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ മന്ത്രിമാരെങ്കിലും ഇതിനു സംസാരിച്ചവർ പറഞ്ഞ പോലെ പുതിയ ഭരണസമിതിയിലുള്ള മന്ത്രിമാർ, ടൂറിസം മന്ത്രിമാർ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അത്തരം നിർത്തിവെച്ച വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തുടർ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് അവിടെ നടത്താൻ സാധിക്കും. അതിനുവേണ്ട എല്ലാ പിന്തുണയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള പഠനത്തിനുള്ള ഇടപെടലുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ചർച്ചകൾ മുഴുവനായി നമ്മൾ കേൾക്കുന്നു. എനിക്ക് തോന്നുന്നത് കുഞ്ഞൻചേട്ടനെ അവസാനമായി എന്നെ വർത്തമാനം പറയാൻ വിളിച്ചത് മൊത്തം പറയാൻ ആൾക്കാർ കേട്ടിട്ട് അതിനൊരു മറുപടികൾ പറയാൻ ഇത് നാളെ പഞ്ചായത്തിൽ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആയിട്ട് അവസാനത്തെ ടിക്കറ്റ് എനിക്ക് വെച്ചത്. പക്ഷെ നന്നായിരിക്കുന്നു, നല്ല രീതിയിലുള്ള ചർച്ചയുണ്ടായി. നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ പാതിരാമണലിനെ കുറിച്ച് അറിയാത്തവരാണ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സംസാരിച്ചെന്ന് പറയാം. പക്ഷെ പാതിരാമണലിനെ കുറിച്ച് അറിയുന്നവർ പറയുന്നതും നമ്മൾ കേൾക്കുന്നു. നമ്മൾ അത്തരം അറിയാവുന്നവർ പറയുന്ന വിവരങ്ങളെ പുതിയ തലമുറയ്ക്ക് വേണ്ടി കരുതപ്പെടുന്നു. അതിനാവശ്യമായ രീതിയിൽ പദ്ധതികളെ രൂപവൽക്കരിച്ചുകൊണ്ട് പുത്തനായി നമുക്ക് സമഗ്രമായ വികസനത്തിന് പാതിരാമണലിനും അതോടൊപ്പം ഈ നാടിന്റെയും വികസനത്തിന് ഒന്നായി കൈകോർത്ത് നിൽക്കാം. പഞ്ചായത്തിന്റെ എല്ലാവിധ പിന്തുണയും അതിനകത്ത് ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.